വായിക്ക് നല്ല രുചി തോന്നണം, വയറും നിറയണം, എന്ന വെയിറ്റ് കൂടരുത്. ഈ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ ആദ്യം തന്നെ ഇതുപോലെ കുറച്ച് റെസിപ്പീസ് അങ്ങ് സേവ് ചെയ്ത് വെക്കാൻ കേട്ടോ ചെയ്തത്. ഇത് കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇത് അത് തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിലെ ഫേമസ് ആയിട്ടുള്ള മുട്ട പീസ്. എന്ത് ടേസ്റ്റ് ആണെന്നറിയോ ഇത് കഴിക്കാനായിട്ട്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ 4 മുട്ടയുടെ കുറച്ച് ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്ത് പതിയെ ഒന്ന് ചിക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒരു 1.5 കപ്പ് ഗ്രീൻ പീസ് പ്രഷർ കുക്കറിൽ ഒരു 3-4 വിസിലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി 1-2 മിനിറ്റ് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മുട്ട നന്നായിട്ട് കുക്കായ ശേഷമാണ് നമ്മൾ ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് ആ പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ള സവാള, പച്ചമുളക്, തക്കാളി ഇത്രയും ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയും ഒക്കെ ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അതങ്ങ് ഒത്തിരി വെന്ത് പോകും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇതുപോലെ അവസാനം ചേർക്കുന്നതാണ് നല്ലത്. കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ അവസാനം ഇതിന് മുകളിലൊന്ന് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിൽ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത്ര പണിയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ. താങ്ക്